നമസ്കാരം, മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡുമായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ കൈതവന എന്ന് പറയുന്ന സ്ഥലത്താണ്. കൈതവനയിലെ രശ്മി ചേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി ഈ ഒരു ഫാമിലിയിൽ ഒരുപാട് കലാകാരന്മാരുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്തൊക്കെയാണ് അവരൊക്കെ നമുക്ക് പരിചയപ്പെടാം. കൂട്ടത്തിൽ ചേട്ടന് നമുക്കൊരു 8ന്റെ പണിയും കൊടുക്കാം. ഓക്കെ. വെൽക്കം ടു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. അപ്പം നമ്മുടെ കൂടെ ഇന്നത്തെ എപ്പിസോഡ് കളറാക്കാൻ വേണ്ടിയിട്ട് രശ്മി ചേച്ചിയും ശ്യാമലേട്ടനുണ്ട്. ചേട്ടാ നമസ്കാരം. ചേച്ചി നമസ്കാരം. വെൽക്കം ടു ദി ഷോ. രശ്മി ചേച്ചിയിൽ തന്നെ തുടങ്ങാം. ചേച്ചി എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്, LP സ്കൂൾ ടീച്ചർ. അത് ശരി. ഏത് സബ്ജക്റ്റ് ആണ് ചേച്ചി? ഞങ്ങള് LP സ്കൂൾ ആയതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും എടുക്കണം. ഓക്കെ. കണക്ക്, മലയാളം, ഇംഗ്ലീഷ് എല്ലാത്തിനെ പറ്റിയും നല്ല ധാരണ വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കി സബ്ജക്ട് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ടാസ്ക് ആയിരിക്കും ഇത് പഠിപ്പിക്കാനായിട്ട്. ചേട്ടനും അധ്യാപകനാണെന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞായിരുന്നു. ഏത് സബ്ജക്റ്റ് ആണ്? ഞാൻ ഹിന്ദിയാണ്. ഹിന്ദിയാണ്. വൈ ഹിന്ദി? ക്യൂ ഹിന്ദി? ഹിന്ദി നമ്മുടെ രാജഭാഷയാണ്. ഓക്കെ. മാത്രമല്ല ബാല്യകാലം മുതൽ തന്നെ ഹിന്ദി ഭാഷയോടൊരു താല്പര്യവും ഇഷ്ടമുണ്ടായിരുന്നു. അതിൻ്റെ ആ ഭാഷയുടെ ഉച്ചാരണ ശൈലിയും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഹിന്ദി സിനിമകൾ കാണും, സീരിയലുകൾ കാണും, അങ്ങനെയാണ് താല്പര്യം. പിന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപിക ഒരു തിരുവാമ്പാടി HS സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ഭവാനിയമ്മ എന്ന് പറയുന്നൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറാണ് ഈ മേഖലയിലേക്ക്, ഹിന്ദി എന്നുള്ള ഭാഷയിലേക്ക് നമ്മൾ വരാനുള്ള പ്രധാന കാരണം. അത് ശരി. ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രോഫീസാണ്. അതായത് ഓരോന്നിടത്ത് നോക്കിക്കഴിഞ്ഞാലും വിവിധ തരത്തിലുള്ള ഓരോരോ പരിപാടികളിൽ പങ്കെടുത്ത് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെയും 2 കുട്ടികളാണെന്ന് തോന്നുന്നു ട്രോഫി കണ്ടിട്ട്. 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. 2 മക്കളാണ്. എന്ത് ചെയ്യുന്നു അവരൊക്കെ? മൂത്തയാളിപ്പോൾ +2 പഠിക്കുന്നു. പുള്ളിക്കാരി കഥകളി ആർട്ടിസ്റ്റാണ്. പിന്നെ ഞാനും ഒരു കഥകളി ആർട്ടിസ്റ്റാണ്. വേഷമാണ് ഞങ്ങൾ ചെയ്യുന്നത്. 2 മക്കളും കഥകളി ചെയ്യും. ഇപ്രാവശ്യം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, ഓട്ടംതുള്ളൽ A ഗ്രേഡ് കിട്ടിയിരുന്നു. പിന്നെ രണ്ടാമത്തെ ആള് ശ്രേയ R. ശ്രേയ കേരളത്തിലെ വേഗറാണി എന്നുള്ള ഒരു പദവി ലഭിച്ചു. വേഗറാണി എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡിൽ ഫാസ്റ്റസ്റ്റ്. ഏതായിരുന്നു? അത് 100 മീറ്റർ, 200 മീറ്റർ, 400 ഇത് 3മാണ് മത്സരിച്ചത്. അതിൽ 100, 200 ഫസ്റ്റ് ആയിരുന്നു, 400 സെക്കൻഡ്. അച്ഛൻ കുട്ടിക്കാലത്ത് ഓടിപ്പിച്ച് വിട്ടിട്ട് ഓട്ടം പഠിച്ചതാണോ മോള്? അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയല്ല, ആളിന് കൊച്ചിലെ മുതൽ ഒരു ടാലന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ക്ലാസ് എത്തിയപ്പം തന്നെ ആ ഒരു അത്ലറ്റിക് ഫീൽഡിലേക്കുള്ള കഴിവുണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ആ കഴിവിലേക്ക് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അത് ശരി, സൂപ്പർ. എന്തായാലും ഞങ്ങൾക്ക് അവരെ പരിചയപ്പെടണം. അത് വരും സെഗ്മെന്റിലൂടെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ചേട്ടാ, ചേച്ചിക്ക് ഒരു രഹസ്യം അറിയാം. എനിക്കും ചേച്ചിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. ഞങ്ങളിവിടെ വന്നേക്കുന്നത് ചേട്ടന് ചെറിയൊരു ടാസ്ക് തരാൻ വേണ്ടിയിട്ടാണ്. നോക്കണോക്കെ. ഓഹോ, ഇതിനാണല്ലേ രാവിലെ എന്നോട് കുളിച്ച് കുട്ടപ്പനായി നിൽക്കാൻ പറഞ്ഞത്. ചേച്ചി, നമുക്ക് എന്ത് പണി കൊടുക്കാൻ ചേട്ടന്? ചേട്ടന് വലിയൊരു പണി കൊടുക്കണം. പൊതുവെ പണിയെടുക്കുന്ന കൂട്ടത്തിലാണോ? അധ്യാപകൻ അല്ലാണ്ട് വേറെ ബാക്കി പണികൾ വീട്ടിലങ്ങനെ കാണാറില്ല. ആള് എപ്പോഴും സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ അത് കാരണം വീട്ടില് പാചകമൊക്കെ ഇഷ്ടമാണ്. ചെറുതായിട്ടൊക്കെ ചെയ്യും. കുക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഡിഷ് ചേട്ടനെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിപ്പിച്ചാലോ? പലഹാരം മതി. എന്റെ അടുത്തല്ല, ചേച്ചിക്ക് എന്താണ് വേണ്ടത്? പലഹാരം ആയാലും മതിയോ? എനിക്കല്ല, ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പലഹാരം എന്താണ്? പലഹാരം എനിക്ക് ഇലയുടെ ഇഷ്ടമാണ്. ഓക്കെ. ഇങ്ങനെ ഇരുന്ന് കണ്ണു പെട്ടെന്ന് ഇങ്ങനെയായി. പടച്ചോനെ. എന്താണ് ചേട്ടാ അഭിപ്രായം? ഒരു ഇലയട നമുക്ക് അങ്ങ് ഉണ്ടാക്കിയാലോ? ശ്രമിച്ചു നോക്കാം. അറിയോ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് അറിയാവോ ഇലയട ഉണ്ടാക്കാൻ? മാവ്, ശർക്കര, തേങ്ങ, ജീരകം, ഇതൊക്കെ മതിയെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് പറയുന്നില്ല, എനിക്കാണെങ്കിൽ വലിയ ധാരണ ഒന്നും ഇല്ല കേട്ടാ. അപ്പോ ചേട്ടനുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഇലയുടെ ഉണ്ടാകും. ചേച്ചിക്ക് വേണ്ടി അത് വെറും കൈ കൊണ്ട് മാത്രമല്ല, ഹൃദയത്തിൽ നിന്നും കൊടുക്കണം. ചേച്ചിയുടെ മനസ്സും എന്താ പറയാ ഹൃദയവും നിറയണം. കൊടുക്കൂലേ? തീർച്ചയായും. ചേച്ചി അത്ര ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ. ശരി. അപ്പൊ എന്തായാലും അടുത്തായിട്ട് നമ്മൾ ടാസ്കിലേക്ക് കടക്കുകയാണ്. അപ്പൊ ചേച്ചി കുറച്ചു നേരം ചേച്ചി ഇവിടെ ഇരിക്കണം. ഞങ്ങൾ എല്ലാ പണിയും തീർത്തിട്ട് ചേച്ചിനെ വിളിക്കാം. അപ്പൊ ചേച്ചി വരണം. എന്തിന്? കഴിക്കാൻ. ഓക്കെ, അത് തന്നെ, കഴിക്കാനായിട്ട് ചേച്ചി വന്ന് ചേട്ടന് മാർക്ക് ഇടണം. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട്
കിച്ചൺ അങ്ങോട്ടാ ഇവിടെ എവിടെയാ ഇവിടെ. ഓക്കെ, കിച്ചൺ അറിയോ? എന്നാ വാ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇരിക്കണേന്ന് വല്ല ധാരണയുണ്ടോ? ഒരു പിടിയില്ല. ഒരു പിടി ലാസ്റ്റ് എപ്പോ അടുക്കള കയറിയതാ? രാവിലെ കയറിയായിരുന്നു. ആഹാ, എന്നിട്ടാണോ? പാചകം ചെയ്യുന്നത് നമ്മൾ കാണാറില്ലല്ലോ, ഓക്കെ. കഴിക്കാനല്ലേ കയറുന്നത്. ഇവിടെ വെച്ചാണോ കഴിക്കുന്നത്? ചൂടോടുകൂടി ദോശ ഇങ്ങനെ ചേച്ചി ഉണ്ടാക്കുമ്പോ തിന്നാൻ നല്ല രസമാണ്. അതെ അതെ. ചേച്ചിയും ഇനി ആ ഒരു രസം അറിയട്ടെ. ചേട്ടന്റെ ഇത് ചൂടോട് കൂടിയിട്ട് നമുക്ക് ചേച്ചിക്ക് അട, എന്തടാ? ഓട്ടട. ഓട്ടട. ഓക്കെ, ഓട്ടടെങ്കിൽ ഓട്ടട. എനിക്ക് അതിന് പേര് അറിഞ്ഞൂടെ. എന്തുകൊണ്ടാണ് ഓട്ടട എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക? അത് ഈ ചട്ടിക്കകത്ത് വെച്ചിട്ട് പാകപ്പെടുത്തി എടുക്കുന്നോണ്ടാണെന്നാ തോന്നുന്നത്. അപ്പൊ ഈ ഓട്ട എവിടെ നിന്ന് വന്നു? ഓട്ട അറിയില്ല. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യം ഇവിടെ നിന്ന് തുടങ്ങണം. ആദ്യം നമ്മള് പാത്രം എടുത്ത് മാവ് എടുക്കണം. ഓക്കെ. ഇട്ടു. ഇനി ഇത് കുഴക്കണം. അതിന് ചൂടുവെള്ളം വേണോ സാധാ വെള്ളം വേണോ? എന്ത് വെള്ളം വേണ്ടേ? വെള്ളം എടുക്കണം. വെള്ളം എടുക്കണം. പക്ഷെ ചേട്ടന് ഒരു കാര്യത്തിൽ ഓക്കെ ഉണ്ട്. ആദ്യം തന്നെ മൈദ ഗോതമ്പ് പൊടിയാ? എന്താ ചേട്ടാ ഇത്? ഇത് അരിപ്പൊടിയാണ്. ഓക്കെ. അപ്പൊ അരിപ്പൊടി എവിടെ വെച്ചേക്കണെന്ന് നല്ല ധാരണയുണ്ട് ചേട്ടന്. അത് പല വീടുകളിൽ പോയാലും നമുക്ക് കാണാറില്ല. അല്ല, അത് വൈഫ് എപ്പോഴും എടുക്കുന്നത് താഴത്തുനിന്ന് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇച്ചിരി ജീരകം ഇടാം. ഇതൊക്കെ നോക്കുമ്പോ ഓരോന്ന് കാണുന്നൊക്കെ വലിച്ചു വാരി ഇടുന്നതാണോ? ഇതാന്ന് തോന്നുന്നു. ഇതിന്ന് കുറച്ച് ജീരകത്തിൽ തന്നെ 2-3 ജീരകങ്ങളുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ. ഇതറിയാം ജീരകം. ഇനി ഇത് കുഴക്കണം. ഒരു പേടിയുണ്ട്, വെള്ളം എങ്ങാനും കൂടിപ്പോയാൽ പാളിപ്പോവും. ഇതങ്ങോട്ട് ഉരുളമയാകുന്നില്ലല്ലോ. ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ചു ഒഴിച്ചു നോക്കാം. എന്തായി, ആയോ? ഒരു വിധം മാവ് റെഡിയായി വന്നിട്ടുണ്ട്. മാവിന് നല്ല അയഞ്ഞിരുന്നാൽ നല്ല ടേസ്റ്റ് ആണെന്നാണ് അമ്മ പറയാറ്. അപ്പം അതുകൊണ്ട് മാവിനെ ഒന്ന് അയക്കാൻ ശ്രമിക്കുക. അമ്മയുടെ ഭക്ഷണം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. ഒരുമാതിരി പൂർത്തിയായിട്ടുണ്ട്. മാവിൻ്റെ പരിപാടി തീർന്നു. ഇതാ നോക്കിക്കേ, മാവ് ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, നൈസ്. ഇനി തേങ്ങ എടുക്കും. ഓൾറെഡി പൊട്ടിച്ച് വെച്ചതേ. ഞാൻ അതിന്റെ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു നിൽക്കുക. ജ്യൂസ് അല്ലല്ലോ, വെള്ളം. ഇത് കൊള്ളാട്ടെ ഈ സംഭവം. ഞാനൊക്കെ തേങ്ങ ചിരകായിരിക്കുമ്പോ നിലത്തിരുന്ന് നീട്ടി വെച്ച്, ഇത് സിമ്പിൾ ആയിട്ട് കസേരയുണ്ട്, കുഷ്യനുണ്ട്. മോഡേൺ. ഓക്കെ. ഓക്കെ, ഫിനിഷ്. ഇത് മതിയാവോ? ഇത് തേങ്ങ കൂടെ എടുക്കണോ? വേണ്ട, ഇത് മതി, ധാരാളം. ഇനി വേണ്ടത് ശർക്കര വേണം. കത്തി കഴുകുക. ശർക്കരയും കത്തിയോ? ചേട്ടൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു പീസ് ശർക്കര ഞാനങ്ങ് തിന്നോളാം. ഓക്കെ. ചേട്ടൻ നേരത്തെ അവിടുന്ന് കഥകളിയുടെ കാര്യമൊക്കെ പറയുന്നത് കണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചില്ല. ഞാനൊരു കഥകളി ആർട്ടിസ്റ്റ് കൂടാ. അത് ശരി. എത്ര വർഷമായി കഥകളി പ്രാക്ടീസ് ഒക്കെ? ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിലാണ് കഥകളിയുടെ പഠനം തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പോൾ കലാമണ്ഡലം ഗണേശൻ മാസ്റ്ററുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും പിള്ളേരും. പിന്നെ പരിപാടിക്ക് പോകാറുണ്ട്. വടക്കൻ കേരളത്തിലൊക്കെയാണ് കൂടുതലും പോകുന്നത്. പിന്നെ പത്തനംതിട്ട എല്ലാ ശിവരാത്രിക്കും പ്രോഗ്രാമുണ്ട്. അവിടെ മിക്കവാറും ശിവക്ഷേത്രങ്ങളിലായിരിക്കും കഥകളി നടക്കുന്നത്. അതിന് കിരാതത്തിലെ
അർജുനനും ശിവനും തമ്മിലുള്ള ഒരു അർജുനൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശിവൻ്റെ ഒരു യാത്രയാണ്. ശിവൻ കാട്ടാള വേഷത്തിലും പാർവതീദേവി കാട്ടാള സ്ത്രീയുടെ വേഷത്തിലും അർജുനനെ പരീക്ഷിക്കാൻ വരുന്നതാണ്. പരീക്ഷിച്ച് അർജുനൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് പാശുപതാസ്ത്രം കൊടുക്കുന്ന കഥയാണ് കിരാതം. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ. അതാണ് മിക്കവാറും അതിനകത്തെ കിരാതന്റെ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. അത് ശരി. ഓക്കെ, ഇനി നമുക്ക് ഇല വേണം. ഇല വേണം. അപ്പോൾ ഇല പുറത്താ. വാഴ ഇലയിലെ ഇല തന്നെയാണ് ഒട്ടടയ്ക്ക് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഇല വെട്ടും. ഇല വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് നേരം കൂടെ ചേട്ടൻ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് മൊത്തം നമുക്ക് രണ്ടാമത് തേങ്ങ ചേരക്കായിരുന്നു. അത് കുഴപ്പമില്ല, തേങ്ങയുണ്ട്. വേണ്ട, ചേട്ടൻ എന്ത് വിചാരിക്കും? വലിഞ്ഞേറി വന്നിട്ട് ഇപ്പൊ ഇത് മൊത്തം തിന്നെയാണെന്ന് വിചാരിക്കും. ഇതിനകത്തേക്ക് മാവ് പരത്തി ശർക്കരയും തേങ്ങയും വയ്ക്കുമ്പോൾ അടയൊക്കെ ആയി. പക്ഷെ അതിനെ അത് വേവിക്കണം. ഓക്കെ, അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നോ കുട്ടിക്കാലത്ത്? അമ്മയെ കൊച്ചിലെ സഹായിക്കാറില്ലായിരുന്നു. അമ്മയുടെ പ്രായമായ സമയത്ത് അമ്മയ്ക്ക് 2 കിഡ്നിയും ഫെയിലിയറായി. ആ സമയത്ത് ജോലിയൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. ആ സമയത്ത് ഞങ്ങൾ കീറുമായിരുന്നു. അപ്പം മാവ് പരത്തി ഇനി നമുക്ക് ശർക്കരയും തേങ്ങയും വയ്ക്കാം. വേവിക്കാനുള്ള സാഗമ ജംഗമ വസ്തുക്കൾ ഉണ്ട്. ദോശക്കല്ലിലാണ് വേവിക്കുന്നത്. അത് ശരി. വച്ചു ചട്ടി ചൂടാവാനൊക്കെ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നേരത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ച കഥകളിയുടെ ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സാധാരണ ഒരു ഡാൻസ് പഠിച്ച് നമുക്ക് പെർഫോം ചെയ്യാം എന്ന് പറയുന്ന പോലെ ഒരിക്കലും വിചാരിച്ച് ആരും ഈ ഫീൽഡിലേക്ക് വരരുത്. ഓക്കെ, ഇതൊരു തപസ്യയാണ്. നിരന്തരമായ പരിശീലനത്തിലൂടെ കണ്ണ് സാധകം, മെയ് സാധകം എന്ന് പറഞ്ഞാൽ അടവുകളുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യണം. അതാ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ചെയ്യാം. നമ്മൾ വേദി കയറുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രേക്ഷകരെ എത്രത്തോളം നമുക്ക് ആസ്വദിപ്പിക്കുവാൻ, ആനന്ദിപ്പിക്കുവാൻ, കരയിപ്പിക്കുവാൻ കഴിയുമോ അപ്പോഴാണ് ഒരു കലാകാരൻ വിജയിക്കുന്നത് എന്നാണ് എൻ്റെ ആശാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ശ്രമിക്കാറുണ്ട്. ചേട്ടൻ ചെയ്ത് ഇതേപോലെ കിരാതൻ, അതുപോലെ തന്നെ കിരാതൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ദക്ഷയാഗത്തിലെ വീരഭദ്രൻ, അത് നല്ല നമുക്ക് തൻ്റെ ആട്ടം അതുപോലെ തന്നെ ആട്ടം ഒക്കെ സാധ്യത കൂടുതലുള്ള ഒന്നാണ്. അത് ചുവപ്പ് താടിയാണ്. എനിക്കിഷ്ടമാണ് ചുവപ്പ് താടി. ഓക്കെ, അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഫൺ ഫാലിമയുടെ എപ്പിസോഡായിട്ട് പോയപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ ശർക്കരയും തേങ്ങയും വെച്ചതിൻ്റെ കൂടെ തന്നെ ഈ മാവ് ആഡ് ചെയ്യും, എന്നിട്ട് ഒരുമിച്ച് പൊരിക്കും, ഒരുമിച്ച് ഇങ്ങനെ വേവിച്ചെടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണ്ടേ ഇനി? ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ ഒരു ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ചേട്ടൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ? വൈഫ് കഴിച്ച് നല്ലതാണെന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ്. അത് കേട്ടാ മതി. എന്നാ പിന്നെ ചേച്ചിയെ ഞാൻ കൈയോടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ. ചൂടപ്പം പോലെ ഇത് ചൂടോട് കൂടി കഴിക്കണമെന്നാണ് ചേച്ചി പറഞ്ഞേക്കണത്. ഓക്കെ ചേച്ചി, കമോൺ. ഹലോ, എന്തായി? കാത്തിരുന്ന് കൊടല് കരിഞ്ഞു, വിശക്കുന്നുണ്ട്. ഓക്കെ, ചേട്ടൻ ഇതിൽ 100% തൃപ്തനാണ്. പക്ഷെ ചേച്ചിയും കൂടെ ഇത് കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ മാത്രമേ ചേട്ടൻ ആ ഒരു സമ്പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, കൊള്ളാം. അപ്പൊ വിജയിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. എന്തോ പറയാനുണ്ട്, പറയൂ. ഞാൻ വെക്കുമ്പോ ഏലക്കായൊക്കെ ഇടാറുണ്ട്.
വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ചേച്ചി ഉണ്ടാക്കുന്ന അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ചേച്ചി എത്ര മാർക്ക് കൊടുക്കും അതിന്? എത്രയില്ല? 10-ല് 7. 7 ഞാൻ നോക്കട്ടെ. ഓ താങ്ക് യു. അടിപൊളി. ഞാൻ 10-ൽ 8.85. ഞാനന്ന് ഇങ്ങോട്ട് നിന്ന്. ഇത്രേ ഉള്ളൂ ചേട്ടൻ. ചേട്ടൻ ഈ ടാസ്ക് അതിമനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത എന്താണെന്ന് ചേച്ചിക്ക് അറിയാലോ? ഗെയിമാണ്. അപ്പൊ ഗെയിമിൽ വിൻ ചെയ്താൽ ചേട്ടനും ചേച്ചിക്ക് എന്താണ് സമ്മാനം കിട്ടാൻ പോണത്? സൂര്യ കോമഡിയുടെ നല്ലൊരു അടിപൊളി ട്രീറ്റ്. ഓക്കെ, അപ്പൊ ട്രീറ്റ് വേണ്ടേ ചേട്ടന്? ട്രീറ്റ് വേണം. ചേച്ചിയും ഇതുപോലെ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഓക്കെ. സോ ചേച്ചി അടുത്ത ഗെയിമിലേക്ക് പോട്ടെ. നമ്മുടെ എപ്പിസോഡ് കൂടുതൽ ഫണ്ണാക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമിംഗ് സെഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ചേച്ചി റെഡി അല്ലേ? ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ചേച്ചിക്ക് അറിയാം ഇവിടെ ജയിച്ചാൽ മാത്രമേ ട്രീറ്റ് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക. നമുക്ക് ചേട്ടൻ ചെയ്ത ടാസ്കിനേക്കാളും ഗംഭീരമാണെന്ന് ഇത് പറയിപ്പിക്കണം. ചേച്ചി അതിലും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാര്യങ്ങൾ ഏറ്റെടുത്തു എന്ന് ചേട്ടൻ പറയണം. പറയിപ്പിക്കൂലേ? ശ്രമിക്കാം. ഓക്കെ ശരി. അപ്പൊ ഞാൻ ഗെയിമിന്റെ ഒരു ഐഡിയ തരാം. ഇപ്പൊ കണ്ട അവിടെ 2 പ്ലേറ്റ് ഉണ്ട്. ഇവിടെ 5 ഓറഞ്ച് ബോൾസും ഉണ്ട്, 5 വൈറ്റ് ബോൾസും ഉണ്ട്. ഓക്കെ. അപ്പൊ ചേച്ചി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന്, ഈ സൈഡോ ആ സൈഡോ, ഇവിടെ നിന്ന് ഊതി ഇവിടെയുള്ള ബോൾസ് ഒക്കെ ഇപ്പുറത്തെത്തിക്കണം. അതേപോലെ ഈ ബോൾസ് ഒക്കെ ഇപ്പുറത്തെത്തിക്കണം. ഗെയിം കഴിയുന്ന സമയത്ത് ഈ ഓറഞ്ച് ബോൾസ് ഒക്കെ ഈ റൈറ്റ് സൈഡിലുള്ള പ്ലേറ്റിലായിരിക്കണം, ഈ വൈറ്റ് ബോൾസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലേറ്റിലായിരിക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതിന് ചേച്ചിക്ക് നമ്മൾ ചെറിയൊരു ടൈമിംഗ് റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ട്. 1 മിനിറ്റ്. ഈ 1 മിനിറ്റിനകത്ത് ചേച്ചി ഇത് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ട്രീറ്റ് കിട്ടുള്ളൂ. ടെൻഷൻ വന്നാ മുഖമൊക്കെ മാറിപ്പോയല്ലോ ആകെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സോ 3, 2, 1 ഗോ. ഓക്കെ, 6 സെക്കൻഡിൽ എല്ലാ ബോൾ ഇപ്പുറത്തെത്തി. ഓ 20 സെക്കൻഡ്. 27 സെക്കൻഡ്. ഒരു വൈറ്റ് താഴെ പോയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. 36 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, 45 സെക്കൻഡായി. അയ്യോ 50 സെക്കൻഡായി. ഇനി 10 സെക്കൻഡ്. 5 സെക്കൻഡ്. 4, 3, 2, 1. ടൈം അപ്പ്. ചേച്ചി ആ ഒരു വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല, മുഖത്ത് അറിയുന്നുണ്ട്. മിസ്സായി പോയി. നല്ല ടെൻഷൻ അടിച്ചിരുന്നു തോന്നുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പോയി. ഓക്കെ, ഇവിടെ ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം 10 സെക്കൻഡിനുള്ളിൽ കളി തീരുമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഒരു ഓറഞ്ചും ബാക്കി എല്ലാം ശരിയായിരുന്നു. പിന്നെ ചേച്ചി ഊതിയപ്പോ കുറച്ച് സ്പീഡ് കൂടിപ്പോയി, ഇതൊക്കെ തട്ടിത്തെറിച്ചു പോയി. സാരമില്ല, നമ്മൾ അടുത്ത പ്രാവശ്യം സൂര്യ കോമഡി വീണ്ടും വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം കേട്ടോ, ജയിക്കാം. ഓക്കെ. അപ്പൊ ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മുടെ ട്രീറ്റ് മാത്രമേ മിസ്സായിട്ടുള്ളൂ. സൂര്യ കോമഡി വേറെയും ഒരുപാട് സമ്മാനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ വേണ്ടേ? ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഗെയിം സെഗ്മെന്റ്? ഞാൻ ഓർത്ത് അത് ഫിനിഷ് ചെയ്യുമായിരിക്കും, ട്രീറ്റ് കിട്ടും എന്നാണ് കരുതിയത്. പക്ഷെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതെല്ലാം മാറി മറി. ഇതില് ചേച്ചിയോട് ഇനിയിപ്പോ ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ എന്ത് പണിയാ കാണിച്ചതെന്നാണോ ചോദിക്കാതെ കുഴപ്പമില്ല മോളെ, സാരമില്ല. എന്തായാലും നീ ശ്രമിച്ചല്ലോ. ഏതാണ് ചേട്ടൻ പയറ്റുന്നത്? സാരമില്ല. അത് തന്നെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പയറ്റിക്കൊണ്ട് വരുന്നത്. അതെ അതെ, തീർച്ചയായും. ഓക്കെ ശരി. എന്തായാലും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. ഒരാൾ ആർട്സ് ആണ്, ഒരാൾ സ്പോർട്സ് ആണെന്ന് അറിയാം. ആരാണ് ആർട്സ്, ആരാണ് സ്പോർട്സ് എന്ന് അറിയില്ല. ആർട്സ്. ഓക്കെ. കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, ഓട്ടംതുള്ളൽ. ഓക്കെ. ഇതാണ് വേഗറാണി. വേഗറാണിയുടെ പേര് ശ്രേയ. മോള് ദുർഗ. ഓക്കെ, സൂപ്പർ. അച്ഛൻ എന്താ ചെയ്യുന്നത്? നാടൻ വർക്കാ ചെയ്യുന്നത്. രശ്മി ചേച്ചിയുടെ ഫാദറാണ്. ഓക്കെ ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗെയിമൊക്കെ കഴിഞ്ഞു. ട്രീറ്റ് മാത്രമേ നഷ്ടമായിട്ടുള്ളൂ. വേറെയും കിടലും സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു സമ്മാനം. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്. റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റി സ്പൈസ് പുഡിംഗ് കേക്കിന്റെ നല്ലൊരു സമ്മാനം. അടുത്തതായി ഫാം ഹൗസിന്റെ നല്ലൊരു സമ്മാനം, നെയ്യും വെണ്ണയും വേർതിരിക്കാത്ത യഥാർത്ഥ പശുവിൻ പാലും തൈരും.
അപ്പൊ ഈ ഒരു സാഹചര്യം കൂടുതൽ ഫണ്ണാക്കാനും കൂടുതൽ ഹാപ്പി ആക്കാനും വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ശ്യാം ലാലേട്ടൻ നല്ലൊരു പാട്ട് പാടുന്നതായിരിക്കും. ചേട്ടൻ ഒരു പാട്ടുകാരനാണെന്ന് ഞാൻ അറിഞ്ഞു. പാട്ട് തന്നെ വേണമെന്നുണ്ടോ? വേറെ എന്തൊക്കെയുണ്ട്? ഡാൻസ് കളിക്കോ? കവിത, മിമിക്രി? കവിത. കവിതയിലും മതി. പിന്നെ ശരി. യശശരീരനായ മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവി ശ്രീ ONV കുറുപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭൂമിക്ക് ഒരു ചരമഗീതം. ഇപ്പം ഈ ആനുകാലിക പ്രസക്തമായിട്ട് നിൽക്കുന്നതാണ്. അതിലെ കുറച്ച് വരികൾ മാത്രം. ഇനിയും മരിക്കാത്ത ഭൂമി നിൻ ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കെ ഉയിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ. ഇവിടെ അവശേഷിക്കയില്ലാരും ഈ ഞാനും ഇതുമാത്രം ഇവിടെ എഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിൻ ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. സൂപ്പർ, അടിപൊളി. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പാർട്ട്ണറിനോ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ഉടൻ തന്നെ ഒരു പണിയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപുടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.